ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച മിക്കവാറും സമയങ്ങളിൽ ഞാൻ വീട്ടിൽ ഉണ്ടാവാറില്ല. രാവിലെ എന്തെങ്കിലും പരിപാടിയായിട്ട് പുറത്ത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ വർക്കിംഗ് ആയിരിക്കും. ശനിയാഴ്ച വരെ വർക്കിംഗാണ്. അപ്പോൾ ആൾക്കാരുടെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാനിന്ന് എവിടേക്കും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ എന്താ പോയി നോക്കട്ടെ. അതിനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കും ചെയ്യാം. ഇന്ന് സൺഡേ സ്പെഷ്യൽ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ചപ്പാത്തി കുഴ ഇത് കഴുകിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ചപ്പാത്തി നീട്ടി പരത്തുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ഇതിൻ്റെ പൊടി ഗോതമ്പ് പൊടി നമ്മളിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കാം. പൊടി മൊത്തം വയ്ക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിനകത്ത് ചപ്പാത്തി ഇട്ടില്ല. അതുപോലെ ചപ്പാത്തി കല്ലിലും നമ്മളിതുപോലെ പൊടിയിട്ടിട്ട് ജസ്റ്റ് ഇതായി കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചപ്പാത്തി പരത്താനൊക്കെ ഈസി ആയിരിക്കും. നമ്മൾ പോയി നോക്കുക സവാള വന്നുപോലെ അതിന്. അപ്പോൾ അതന്നെ പറഞ്ഞത്. അപ്പോൾ എന്തിനീ വണ്ടി കൂടെ സാധനം വിളിച്ചതെന്ന് പറഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കച്ചവടം നടക്കുക. അതെ, നേരത്തെ പച്ചക്കറിക്കായി പോയിട്ട് ഇതിനെ. അപ്പോൾ അവരെ പച്ചക്കറി എന്നൊന്ന് വിളി വെക്കും. ഇവിടുന്ന് ഇറങ്ങിയ ആളെടുത്തിട്ടുണ്ടെങ്കിലും അവർ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അമ്മ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്ന് രണ്ട് ഭാഗത്ത് പോയിട്ടും പച്ചക്കറിക്കാരെ കിട്ടിയില്ല. അവരവരുടെ വഴിക്ക് പോയി. അവർ മീൻ കച്ചവടക്കാരും പച്ചക്കറി ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വെച്ചിട്ട് വേണം പുറത്തിറങ്ങില്ല, അല്ലെങ്കിൽ കിട്ടത്തില്ല. അവർ പൊടി പോലും കാണില്ല. നല്ല ആൾക്കാരാണ്. പിന്നെ കച്ചവടങ്ങൾ നടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് വീട്ടിലെ പെൺകുട്ടികളത് പറഞ്ഞല്ല. കാരണം വെച്ചാൽ പെൺകുട്ടികൾ പൊതുവേ അമ്മമാരുടെ പിന്നാലൊക്കെ നടന്ന് അവർക്ക് അടുക്കള കാര്യങ്ങൾ അറിയാം. അതേപോലത്തെ ആൺകുട്ടികളും ചിലർ അറിയുന്നവരുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, വീട്ടുകാരെ സഹായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓക്കെ, ക്യാരി ഓൺ. അപ്പോൾ നമ്മൾ ഉള്ള സമയത്തൊക്കെ വീട്ടുകാരെ സഹായിക്കുക.